നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നല്ലൊരു ഗൈഡൻസ് നേടിയെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകും. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്ന് തോന്നുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതൊരു ഡിവൈൻ എനർജിയാണ്. ടാറോ നിങ്ങളുടെ മുന്നിൽ വന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് നിങ്ങൾ ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മുന്നിൽ മറഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ച് നല്ലൊരു തിരിച്ചറിവോടുകൂടി ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും ടാറോ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ എത്രത്തോളം നിങ്ങൾ ടാരോയെ കണക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം ഭയഭക്തിയോടുകൂടി നിങ്ങളതിനെ കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ടാറോ നിങ്ങളെയും കണക്റ്റ് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശക്തമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കുകയും മുന്നോട്ടേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യുമെന്ന് 100% വിശ്വസിച്ചു കൊള്ളുക. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അവിടെ ഒരു മടിയും കാണിക്കരുത്. ഫിനാൻസിനെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് എത്രത്തോളം ശക്തമായിട്ട് എടുക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക. മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണം. ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. സോളിനെ എപ്പോഴും ഒരു പൂർണ്ണതയോടുകൂടി, വളരെയധികം പവിത്രതയോടുകൂടി കാണാൻ ശ്രമിക്കുക. നമ്മുടെ സോളിലേക്ക് നെഗറ്റീവാകുന്ന ഒരു എനർജികളെയും കടത്തിവിടാൻ നിങ്ങൾ ഇടവരുത്തരുത്. പിന്നെ നല്ല ബന്ധങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. നമ്മൾക്ക് എവിടെയാണോ പരിഗണന കിട്ടുന്നത്, നമ്മളെ എവിടെയാണോ ചേർത്ത് നിർത്താൻ ഇഷ്ടപ്പെടുന്നത്, നമ്മളുടെ കുറവുകൾ കണ്ടും അറിഞ്ഞും നമ്മളെ കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളിലേക്ക് മാത്രം ഇറങ്ങി ചെല്ലുക. എപ്പോഴും നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ തന്നെ നിൽക്കണം. സെൽഫ് ലവ് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ പ്രപഞ്ചം പോലും നമ്മളെ കണ്ണു തുറന്ന് നോക്കത്തുള്ളൂ. അതല്ല എങ്കിൽ എല്ലാ വഴികളും അടയുന്നത് പോലെ പ്രപഞ്ചം അതിൻ്റെ വാതിലും നമുക്ക് മുന്നിൽ അടയ്ക്കും. അപ്പം നമ്മളെ നമ്മൾ പരിപാലിക്കുക, സ്നേഹിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ജീവിതം തന്നെ മാറി മറിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഉറങ്ങി ഉണർന്ന ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റും. ഹീലിംഗ് പ്രോസസ്സിങ്, അതായത് ഒരു ഹീലിംഗ് എങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ, എപ്പോഴും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത് ദുഃഖം വരുമ്പോഴും നമ്മളൊന്ന് സ്മൈൽ ചെയ്യുക. അതായത് കൃഷ്ണൻ്റെ ആ ഒരു മെത്തേഡാണ്. അതെപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുക. വെറുതെ ഇരിക്കുമ്പോഴും പുഞ്ചിരി പ്രാക്ടീസ് ചെയ്യുക. ചിരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ആ ചിരിയിലൂടെ നമ്മളിൽ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ മാറിപ്പോകും. നമ്മളാ ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ എപ്പോഴും ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കുമ്പം നമുക്ക് വേറെ ഒന്നും ഓർമ്മയിൽ വരില്ല. ആ ഒരു ചിരിയിലേക്ക് നമ്മൾ പോലും ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നതാണ് കേട്ടോ. ആഴ്ന്നിറങ്ങി ചെല്ലാൻ സാധിക്കും. അപ്പം ആ ഒരു ചെറിയ പ്രാക്ടീസ് നമുക്ക് ഫസ്റ്റ് ഹീലിംഗ് പ്രാക്ടീസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എപ്പോഴും
ചിരിക്കുന്ന ഒരു സ്മൈൽ എനർജിയിലൂടെ ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കിന്ന് റീഡിങ്സിലേക്ക് കിടക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലം അനുകൂലമാകുന്നു, ടൈം ചേഞ്ചിങ് വരുത്തുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് എനർജിയാണ്, ടൈം ചേഞ്ചിങ്. അതായത് നിങ്ങളുടെ സമയത്തിൻ്റെ മാറ്റമാവാം, നിങ്ങളുടെ ജീവിത രീതികളിൽ മാറ്റം വരുന്നതാവാം, നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ വന്ന് ചേരുന്നതാവാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ പോലെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നു. ഇന്നത്തെ ദിവസം ഒരു ലക്കി എനർജി, അതായത് ഒരു ഏറ്റവും ഗുഡ് ടൈമിംഗ് ആണ് കേട്ടോ. ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനും, പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും എല്ലാം പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. അതായത് ഒരു ഇൻസ്പിറേഷൻ എനർജിയാണ്, ഗ്രോത്താണ്, ഓപ്പർച്യൂണിറ്റീസുകളുടെ സമയമാണ്, ഹയർ സെൽഫ് എനർജിയിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു ടൈമിംഗ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടേത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന് പറഞ്ഞതുപോലെ ഇന്നലകളേക്കാൾ ഒരു ചേഞ്ചിങ്, ഒരു മാറ്റമാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ പാതയിലൊക്കെ ഒരു ഉയർച്ചയ്ക്കുള്ള സമയം, ഒരു ഗുഡ് ന്യൂസ് എനർജിയൊക്കെ തേടി വരുന്ന സമയമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ 5 ഓഫ് വാൺസിൻ്റെ എനർജി വരുന്നുണ്ട്. മത്സരിക്കപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരത്തിന് ഇടവരാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് മീൻസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫോക്കസ്, എല്ലാവരും ഒരു കാര്യത്തെ തന്നെ ഫോക്കസ് ചെയ്യുന്ന, അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിരിക്കാം. അതായത് ഫിനാൻസിന് വേണ്ടിയിട്ടൊരു ഒന്നിലധികം വ്യക്തികളെ കണക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ശത്രുതാഭാവം വരുന്നുണ്ട്. അതായത് ഈ ഒരു കോമ്പറ്റീഷൻ, ഈ ഒരു മത്സരത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ലോസ്, ഒരു പവർ ലോസിങ് വരുത്താൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങളെ കാണുക. മറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മളിൽ നിന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സരം അതൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതാണ്, ആവശ്യങ്ങളാണ്. പക്ഷേ പിന്നിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾക്ക് പവർ ലോസിങ്, നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ബ്ലോക്കേജ് വരുത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇരയാക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മളുടെ സമയം ചേഞ്ചിങ് ആകുന്നു എന്ന് പറഞ്ഞെടുത്ത് ചില വ്യക്തികളുടെ സമയത്തിന് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എന്ത് കാര്യത്തിലാണെങ്കിലും, അതായത് ഒരു ലീഗലല്ലാത്ത ഒരു കാര്യങ്ങളിലും ചെന്ന് പെടരുത് കേട്ടോ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെയധികം കണ്ണിങ് എനർജിയിൽ തന്നെ നിൽക്കണം. എന്തും നിങ്ങൾ സത്യസന്ധതയോടുകൂടി നിന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു പ്രോബ്ലംസ്, ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ട്രാപ്പിലാക്കി കളയും. നിങ്ങൾക്ക് ലോസാണ് സാധിക്കുന്നത്, അതായത് പവർ ലോസാണ് സംഭവിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വീഴ്ചയ്ക്ക്, ശക്തമാകുന്ന വീഴ്ചയ്ക്ക് കാരണമാകും. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ, നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ, ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരിക്കൽ കണക്റ്റഡ് ആയ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങളൊരു നീതി നടപ്പിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങൾ പാസ്റ്റിൽ എവിടെയെങ്കിലും ഒരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളൊരു എസ്കേപ്പിംഗ്, നിങ്ങളൊന്ന് വിട്ടുപോയെങ്കിൽ, അതായത് അവരറിയാതെയോ അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലോ നിങ്ങളൊരു അകൽച്ച ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരു ഫോക്കസ് എനർജി, നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരുത്തണമെന്ന് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു 2 സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ പെട്ട് നിൽക്കുന്ന സാഹചര്യത്തെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് നെഗറ്റീവും മറ്റൊന്ന് പോസിറ്റീവുമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 സാഹചര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഒന്ന് പാസ്റ്റിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്തതോ
അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് വിട്ട് കളയേണ്ടി വന്ന ഒരു ചീറ്റിംഗ് എനർജി പോലെ ഒഴിവാക്കി കളയേണ്ടി വന്നതോ ആയ ഒരു എനർജിയും, എന്നാൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട, അതായത് ഒരു ഫാമിലി എനർജി പോലെ പോകേണ്ട ഒരു എനർജിയുമായിട്ട് 2 സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കറൻറ്റ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് എനർജി കാണാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയാണ് കാണിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടും സത്യസന്ധതയും അവിടെ ഒരു കോൺഫിഡൻസ് എനർജിയോടുകൂടി നിൽക്കണമെന്നാണ് കാണുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മയാണ് നമുക്ക് കർമ്മഫലമായിട്ട് വന്നു ചേരുന്നതെന്ന് മനസ്സിലാക്കുക. നീതി നടപ്പിലാക്കുക എന്ന് തന്നെയാണ് നമുക്കവിടെ പറയാൻ സാധിക്കുന്നത് കേട്ടോ. 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതും ഒരു പാസ്റ്റ് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജീനെ കണക്റ്റ് ചെയ്ത്, അതായത് പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ട്രാവലിംഗ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില വ്യക്തികൾ തമ്മിൽ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഇന്നോ ഈ അടുത്ത സമയങ്ങളിലോ നിങ്ങൾക്ക് തമ്മിലൊരു കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, കാണാൻ ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിൽപ്പുണ്ട്. ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ്, ഒരു എയർ ട്രാവലിങ്ങിലൂടെ ആയിരിക്കാം നിങ്ങൾക്കൊരു മീറ്റപ്പ് ഉണ്ടാവാൻ സാധ്യത കാണുന്നത്. എന്താണെങ്കിലും ഒരു യാത്രാ എനർജി ഇതിനകത്ത് കണക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ആൻസൈറ്റി ഡിപ്രഷൻ ആണ്, നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് മുന്നോട്ടേക്കൊരു ഭയപ്പെടേണ്ട സാഹചര്യം ഒരുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് മാത്രം നിങ്ങൾ അതിനൊരു തീരുമാനം എടുക്കുക കേട്ടോ. കാരണം പാസ്റ്റിലൊരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ചിലരിൽ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു നെഗറ്റീവായിട്ട് ഈ 2 സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഒന്നുകിൽ നിങ്ങൾ മാരിയഡ് എനർജിയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉള്ളതിൻ്റെ കൂട്ടത്തിൽ കണക്റ്റഡ് ആകുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ഷനായിട്ടോ സമാധാനപരമായിട്ടോ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കാണിക്കുന്നു. ആലോചിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത്, അത് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ പോസിറ്റീവിനുള്ളിൽ നിങ്ങൾക്ക് ഭയം കാണിക്കുന്നുണ്ട്. ഒരു ഡാർക്ക് എനർജി വന്ന് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹത്തെ മറച്ച് കളയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു നീതി നടപ്പിലാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വീണ്ടും നമുക്ക് എനർജിയിലേക്ക് കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളെ ഡീൽ ചെയ്യുക എന്നാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു വിശ്വസ്തത, അതായത് അതുപോലെ തന്നെ ഒരു കൺട്രോളിങ് ആൻഡ് മാനേജിങ് പവർ എനർജിയൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ബിസിനസ്സായിട്ടോ ലീഡർഷിപ്പ് എനർജിയിലോ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു മാറ്റത്തിലേക്കാണ്, നിങ്ങളുടെ വിജയത്തിലേക്ക് പോകുന്ന കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. ഇനിയൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനാണെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും ഇടപാടുകളാണെങ്കിലും നിങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കാണ് അത് പോകുന്നതെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറേ ആളുകളിൽ നിരാശ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു വീഴ്ച, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ സ്വയം ഒരു ബന്ധനത്തിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനേക്കോ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതായത് അടുത്ത നിമിഷം എന്നെ ആക്രമിക്കും, അല്ലെങ്കിൽ എനിക്കിത് നെഗറ്റീവായിട്ട് എന്നിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ ഇതെനിക്ക് ഞാൻ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും എനിക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില നെഗറ്റീവ് തോട്ട്സുകളിലൂടെ നിങ്ങളൊരു ഭയത്തെ അതിജീവിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും കരിയർ എനർജിയെ ബേസ് ചെയ്താണെങ്കിലും എല്ലാം നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരീരം മുഴുവനും, അതായത് മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും എല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക.
മനസ്സിലാക്കുക. നിങ്ങളിലേക്ക് ഒരു പ്രോബ്ലംസ്, നിങ്ങൾ ഈ ഭയപ്പെടുന്ന വളരെയധികം മൂർച്ചയേറിയ രീതിയിലുള്ള ഒരു ഭയത്തിൽ നിൽക്കുന്ന നിങ്ങളെ അതൊന്ന് സ്പർശിക്കുക പോലും ചെയ്യാതെ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോവും കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു അവസരം കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിരാശ എന്ന് പറയുന്ന, അതായത് നിങ്ങൾ ഫെയിലിയറായി തോറ്റുപോയി എന്ന് തോന്നുന്ന ഇടത്ത് നിന്നും നിങ്ങൾ ഉയർച്ചയിലേക്ക് മാറുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഭയത്തെ അതിജീവിക്കുക. നിങ്ങളെ ഒരു പ്രശ്നങ്ങളും തൊട്ടുപോലും കടന്നു പോകുകയില്ല. നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ധൈര്യത്തോടും കോൺഫിഡൻസോടും കൂടി മുന്നോട്ടേക്ക് പോകുക. അതുപോലെ തന്നെ 4 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചൊരു സെലിബ്രേഷനിലേക്ക് പോകുകയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊരു ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആര് നിങ്ങളോട് എന്തു പറഞ്ഞാലും നിങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് കുറേ ആളുകളുടെ എനർജി നിൽക്കുന്നത്. ശരിക്കും ഒരു ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കണക്ട് ചെയ്താണ് ഈ എനർജികൾ ഇന്ന് വരുന്നത് കേട്ടോ. ആ ഒരു പ്രശ്നത്തെ വീണ്ടും നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ഞാൻ പറയാറില്ലേ, നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് വരും, നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ ആർക്കും കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന മിത്രങ്ങളെന്ന് പറയാനായിട്ടും നമ്മളുടെ സന്തോഷത്തിലോ നമ്മുടെ സക്സസ്സിലോ അതിന് പങ്കുചേരാനൊന്നും ആരും തന്നെ ഇനി മുന്നോട്ടേക്കുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ കടന്നു പോവുക. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുടെ പരിഗണന, സപ്പോർട്ട് കൂടെ എന്നും ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം, അതിനെയെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞ് സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾ എഫോർട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് പറ്റിയതും അത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ, അതോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലാണോ എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഒരു പുനർവിചിന്തനം നടത്താനുണ്ട് കേട്ടോ. സാമ്പത്തികപരമായിട്ടാണെങ്കിലും സാമ്പത്തികം മുടക്കി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും, ഇനി ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാണെങ്കിലും ഒരു വീട് വെക്കുന്നതാണെങ്കിലും കരിയർ പാതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തികം മുടക്കുന്നതാണെങ്കിലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മുടക്കുന്നതാണെങ്കിലും നിങ്ങൾ ആ എടുക്കുന്ന എഫോർട്ട് ഗുണകരമാണോ എന്ന് പൂർണ്ണമായിട്ടും ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കണമെന്നും അവിടെ ചെറിയ നെഗറ്റീവാകുന്ന ചെറിയ ചതികളുടെ ഒരു പ്രസൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫാമിലിയൊക്കെ വിട്ട് എലോൺ എനർജിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആ ചെയ്യുന്ന ഒരു സാക്രിഫൈസ് എനർജി നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്താണോ ത്യജിക്കുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനാണ് കേട്ടോ. വലിയൊരു മാറ്റത്തിലേക്ക്, വലിയൊരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് കാണുന്നുണ്ട്. അതായത് ഫാമിലിയൊക്കെ വിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജിയിൽ നിങ്ങളുടെ കുടുംബത്തിന് സമ്പൽ സമൃദ്ധിയുടെ ഒരു എനർജി വരുന്നു. അവസാനിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ പലതും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് പോണത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വരുന്നത്. അബണ്ടൻസ്, കോൺഫിഡൻസ് ഒക്കെയാണ് കേട്ടോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അതുപോലെ തന്നെ ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഒരു സെൽഫായിട്ടൊരു ബൗണ്ടറിയൊക്കെ തീർത്ത് തുടങ്ങിയിട്ടുണ്ട് ഇമോഷണലി. അതായത് ഒരുപാട് നമ്മൾക്ക് വിജയവും സക്സസ്സും നമ്മളിൽ മാറ്റം വരുമ്പം നമ്മളിലേക്ക് കണക്റ്റഡ് ആവാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കും. ആ ഒരു ആഗ്രഹം നിങ്ങളൊരു ബൗണ്ടറി തീർക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇമോഷണൽ ആണെങ്കിലും ഇൻ്റലക്ച്വൽ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമുക്കൊരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഒരു ബൗണ്ടറി. ഒരു കാര്യവും ഓപ്പണായിട്ട് പറയേണ്ടത്, ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്ത് വെക്കുക. അത് പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവർ അറിയട്ടെ എന്ന് ചിന്തിക്കുക. പരിശ്രമിക്കുക, അശ്രാന്തം പരിശ്രമിക്കുക. അവിടെ മാത്രമാണ് വിജയം ഉണ്ടാവുകയുള്ളൂ. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കേട്ടോ ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. ഫാമിലി സംബന്ധമാകുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾ നേരിടുന്നുണ്ട്, അതങ്ങ് അവസാനിപ്പിച്ചേക്കാം, ഇനി അത് വേണ്ട മുന്നോട്ടേക്കെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിർത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ ശരിക്കും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, റീകണക്റ്റ് ചെയ്തെടുക്കണം എന്നാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് നമുക്കിവിടെ കാണിച്ച് തന്നിരിക്കുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് ഫിനാൻസിനെ
മൈൻഡിനെ കണക്ട് ചെയ്യാം, കരിയർ പാതയെ കണക്ട് ചെയ്യാം. ഇതെല്ലാം കൂടി പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് നമ്മളൊരു ഹെൽത്തി എനർജിയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. വെയിറ്റിംഗ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ലോസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇപ്പം ആക്ഷൻ എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ പോസിറ്റീവായിട്ട് നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാതെ അത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമായിട്ടില്ല. ആ ഫിനാൻസ്, ആ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയമായിട്ടില്ല. വെയിറ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ഏഞ്ചൽസ് കേട്ടോ. ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ചില ബന്ധങ്ങളിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ വളരെയധികം വിശ്വസിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യണം. അതായത് ഒരു മാര്യേജ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു എന്താ പറയുക, വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹം പോലുള്ളൊരു എനർജി വരെ എത്തിച്ചിട്ട് ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ ഒരു ബൗണ്ടറി ഇട്ടോ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു തീരുമാനമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ നിർത്തിയിട്ടുണ്ട്, ഒരു മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത്. ആ സിറ്റുവേഷൻസ് നമ്മൾക്ക് അനുകൂലമല്ല, നിങ്ങളെ ആ ഒരു എനർജികൾക്ക് അർഹതയില്ല എന്നാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ കാണുന്നത്. എല്ലാം നിങ്ങളും ആലോചിച്ച് നമ്മുടെ ഗൈഡൻസിനപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട്. നിങ്ങളോട് തീരുമാനിച്ച് കറക്റ്റായിട്ടൊരു തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ.